തനിക്കിനി ഒരു എക്സാം കൂടി ഇല്ലേ? വല്ലതും പഠിക്കണ്ടേ? ചുമ്മാ അടുക്കളയിൽ കയറി ഇങ്ങനെ ജോലി ചെയ്യണമെന്ന് എങ്ങനെയാ? എനിക്കിനി ഒരു എക്സാം കൂടെ ഉള്ളൂ. അതിന് ഞാൻ എല്ലാം പഠിച്ചു കഴിഞ്ഞതാണെന്ന് നിന്നോട് എത്ര തവണ ഞാൻ പറഞ്ഞതാ. അതുകൊണ്ടാണല്ലോ ഞാൻ ഇതൊക്കെ ചെയ്യുന്നേ. ഒന്നുമല്ല, താനൊന്നും പഠിച്ചിട്ടില്ല എന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. തന്റെ അമ്മ ജോലിയൊന്നും ചെയ്യാതെ വെറുതെ ഇരിക്കുന്നത് കണ്ടിട്ട് അമ്മയെ സഹായിക്കാൻ വേണ്ടിയിട്ടാ താൻ ഇതൊക്കെ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലായി. മനസ്സിലായെങ്കിലേ കണക്കായി പോയി. ഇപ്പൊ സാറിന് എന്താ വേണ്ടേ? താൻ പോയിരുന്ന് പഠിക്കണം. എനിക്കിപ്പോ അത് മാത്രം മതി. അതെ, ഞാൻ ഈ ദോശ ഉണ്ടാക്കിയിട്ട് പഠിച്ചോളാം കേട്ടോ. ദോശ ഉണ്ടാക്കാൻ എനിക്കും അറിയാം. ഇത് ഞാൻ ഉണ്ടാക്കിക്കോളാം. താൻ പോയിരുന്ന് പഠിച്ചോ. വെറുതെ സമയം കളയല്ലേ. ഒന്ന് മാറി ചെക്കാം. ഒരു വലിയ ദോശ ഉണ്ടാക്കുക വന്നിരിക്കുന്നു. ഞാൻ ഉണ്ടാക്കാന്ന് പറഞ്ഞില്ലേ? വേണ്ട വേണ്ട, ദോശ ഞാൻ ഉണ്ടായിക്കോളാം. ഇയാളൊന്ന് പോയാ തരാൻ പറഞ്ഞില്ലേ? വേണ്ട, അങ്ങോട്ട് ഇടാനാ പറഞ്ഞത്. ഈശ്വര, എന്തൊക്കെയാ കാണുന്നേ? ഞാൻ ഉണ്ടാക്കാന്ന് പറഞ്ഞില്ലേ? നീ പോയി പഠിച്ചേ. അമ്മേ, ഞാൻ എന്താടാ ഇവിടെ? അമ്മേ, അത് ഞാൻ ദോശ അഖില ചട്ടുകം കൊണ്ട് ദോശ ഉണ്ടാക്കുകയായിരുന്നേ. അപ്പൊ ഞാൻ വന്നിട്ട് ചട്ടുകം കൊണ്ടല്ലാതെ പിന്നെ കുട്ടവും കൊണ്ട് ദോശ ഉണ്ടാക്കാൻ പറ്റുമോ? അത് പിന്നെ അടുക്കളയിൽ നിന്ന് ചുറ്റി തിരിയാതെ പോടാ. അല്ല, ആന്റിക്ക് ദോശ എടുക്കട്ടെ? വേണ്ട, ആവശ്യമുള്ളപ്പോ പറയാം. മോശമായി പോയി. അച്ഛനോ? അച്ഛനെന്താ ഇവിടെ? അച്ഛന് സുഖം തന്നെയല്ലേ? എനിക്ക് പരമ സുഖമാ. എനിക്കും സുഖമാണ് അച്ഛാ. തെങ്കോച്ചേട്ടൻ വീട്ടിൽ വന്നതോടെ ചെറുക്കനാകെ ഒരു ഇളക്കം തുടങ്ങിയിട്ടുണ്ട്. അമ്മ എന്തൊക്കെയാ പറയുന്നേ? ചുമ്മാ അനാവശ്യം പറയല്ലേ. അനാവശ്യമോ? കുറച്ചൊക്കെ ഞാനും ശ്രദ്ധിക്കുന്നുണ്ട്. ഒരു കാര്യം നിന്നോട് തുറന്നു പറയാം. ആ അമ്മയും മോളെ ഇനി ഈ വീട്ടിൽ അധികകാലം താമസിപ്പിക്കാനാണ് നിന്റെ വിചാരമെങ്കിൽ അത് നടക്കില്ല. ചിലതൊക്കെ ഞാനും കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഒരു ഉദ്ദേശം എന്റെ മോന്റെ മനസ്സിലുണ്ടെങ്കിൽ അതിപ്പോഴേ അങ്ങ് നുള്ളിക്കളയണം. ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത കൂട്ടരാ. പോരാത്തതിന് ആ ഇന്ദുമതിക്ക് ഭയങ്കര അഹങ്കാരം. അവളുടെ മോളെയൊന്നും ഇവിടെ മരുമോളായിട്ട് കൊണ്ടുവരാൻ പറ്റില്ല. അമ്മ എന്തിനാ ഇപ്പോഴേ അതിനെക്കുറിച്ചൊക്കെ ആലോചിക്കുന്നത്? ഞാനിപ്പോ ആരെയും കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നീ ആരെ കല്യാണം കഴിച്ചാലും ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഗതിയില്ലാത്ത പെങ്കൊച്ചിനെ കെട്ടരുതെന്നേ ഞങ്ങൾക്ക് നിർബന്ധമുള്ളൂ. അച്ഛൻ അങ്ങനെ അവരെ പരിഹസിക്കുകയൊന്നും ചെയ്യണ്ട. ഇപ്പോ അവരുടെ ഗതിയില്ലായ്മ കഷ്ടകാലം കൊണ്ടാണ്. ആ സമയമൊക്കെ അങ്ങ് കഴിയും. വെറുതെ കഷ്ടകാലത്തിന് പഴിച്ചിട്ട് കാര്യമൊന്നുമില്ല. ആ ഇന്ദുമതിയുടെ കയ്യിലിരിപ്പാ ഇതിനെല്ലാം കാരണം. ആ പാവം പെങ്കൊച്ചിനെ ഗഗനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച് അവളെ വിൽക്കാൻ ശ്രമിച്ച കഥയൊക്കെ നാട്ടിലെ പാട്ടാ. ആ പെങ്കൊച്ചിന്റെ പരീക്ഷ കഴിഞ്ഞാൽ തള്ളയും മോളെയും ഇവിടെ നിന്ന് മാറാൻ പറയണം. പിന്നെ ആ പെങ്കൊച്ചിന്റെ പിന്നാലെയുള്ള നിന്റെ ചുറ്റിക്കളി ഉണ്ടല്ലോ, അതും അവസാനിപ്പിച്ചേക്കണം. എനിക്ക് അഖില ഇഷ്ടമാണ്. അഖിലേക്ക് എന്നെയും. എന്ത് കണ്ടാ നീ അവളെ ഇഷ്ടപ്പെടുന്നത്? ചുമ്മാ തൊലി വെളുപ്പ് സൗന്ദര്യം മാത്രം പോരല്ലോ, ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത കുടുംബത്തിലെ കൊച്ചാ അത്. അങ്ങനെ ഒരു പെങ്കൊച്ചിനെ എന്റെ മരുമോളായിട്ട് ഞാൻ അംഗീകരിക്കില്ല. അമ്മേ, ഒന്ന് പതുക്കെ. അഖില അപ്പുറത്തുണ്ട്. ആര് കേട്ടാലും എനിക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ ഉള്ള കാര്യമല്ലേ പറഞ്ഞേ. നിന്റെ കല്യാണം എങ്ങനെ നടത്തണമെന്ന് ഞങ്ങൾക്കറിയാം. നല്ലൊരു കുടുംബത്തെ പെങ്കൊച്ചു മതി ഇവിടെ മരുമകളായി വന്ന് കയറാൻ. ഓ, അച്ഛന്റെ കുടുംബം പിന്നെ വലിയ അന്തസ്സുള്ള കുടുംബമാണല്ലോ. അതെ, കള്ളന്റെ കുടുംബത്തേക്ക് ആരും പെൺമക്കളെ പറഞ്ഞയക്കില്ല. അതുകൊണ്ട് എന്റെ കല്യാണം രാജകുമാരിയുമായിട്ട് നടത്താനുള്ള അച്ഛന്റെ മോഹം അച്ഛൻ അങ്ങ് ഉപേക്ഷിക്കുന്നതാ നല്ലത്. അങ്കിളും ആന്റിയും പറയുന്നതൊക്കെ ഞാൻ കേട്ടു.